നമസ്കാരം. സ്പോർട്സ് വാർത്തകളുമായി ഷാജി പുഷ്പാങ്കദൻ. തിളങ്ങി വിരാട് കോഹ്ലി, പൊരുതി നേടി ഇന്ത്യ. ഒന്നാം ഏകദിനത്തിൽ ന്യൂസിലൻഡിനെ അനായാസം കീഴടക്കി. സംഘകാരയെ മറികടന്ന് വിരാട് കോഹ്ലി, ഇനി മുന്നിൽ സച്ചിൻ മാത്രം. ക്രിസ് ഗെയിലിനെയും മറികടന്ന് രോഹിത് ശർമ്മ ചരിത്ര നേട്ടം സ്വന്തമാക്കി. സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും തകർപ്പൻ ബാറ്റിംഗ് മികവിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ അനായാസ വിജയം. 301 റൺസിന് വിജയലക്ഷ്യവുമായി പൊരുതാനിറങ്ങിയ ഇന്ത്യ ഒരു ഓവർ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് വിജയം സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് 50 ഓവറിൽ 300 റൺസിന് പുറത്തായി. ഇന്ത്യ 49 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇതോടെ 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ 1-0 മുന്നിലെത്തി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ട് വിരാട് കോഹ്ലി. കരിയറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ താരമായാണിപ്പോൾ മുൻ ഇന്ത്യൻ നായകൻ അറിയപ്പെടുന്നത്. ശ്രീലങ്കയുടെ കുമാർ സംഗകാരയാണ് കോഹ്ലി മറികടന്നത്. 28,016 റൺസ് ആയിരുന്നു സംഗകാരയുടെ സമ്പാദ്യം. ന്യൂസിലൻഡിനെതിരായ ഒന്നാം ഏകദിനത്തിന് ഇറങ്ങുമ്പോൾ ഈ ലക്ഷ്യം മറികടക്കാൻ 42 റൺസ് മാത്രമാണ് കോഹ്ലിക്ക് വേണ്ടിയിരുന്നത്. 93 റൺസ് നേടിയാണ് കോഹ്ലി പുറത്തായത്. ഇതോടെ സംഗകാരയെ മറികടന്ന് 2ാം സ്ഥാനത്തെത്തി. ഇനി സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ് കോഹ്ലിയുടെ മുന്നിൽ. 34,357 റൺസാണ് സച്ചിന്റെ സമ്പാദ്യം. കരിയറിൽ ഏറ്റവും വേഗത്തിൽ 28,000 റൺസ് പൂർത്തിയാക്കുന്ന താരം കൂടിയായി കോഹ്ലി. സച്ചിനെയാണ് കോഹ്ലി മറികടന്നത്. 644 ഇന്നിംഗ്സിൽ നിന്നാണ് സച്ചിൻ 28,000 റൺസ് നേടിയത്. ഈ നേട്ടം കൈവരിക്കാൻ കോഹ്ലിക്ക് 624 ഇന്നിംഗ്സേ വേണ്ടി വന്നുള്ളൂ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഓപ്പണർ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ ബാറ്റ്സ്മാൻ രോഹിത് ശർമ്മ. ഞായറാഴ്ച ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിലാണ് രോഹിത് ഈ നേട്ടം സ്വന്തമാക്കിയത്. ബറോഡ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 301 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്നാണ് ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങിയത്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനോടൊപ്പം രോഹിത് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. പതിയെ തുടങ്ങിയ കളിയിൽ രോഹിത് 6ാം ഓവറിൽ ബെന്നിനെതിരെ ആദ്യ സിക്സർ നേടി. തൊട്ടടുത്ത ഓവറിൽ കെയിൽ ജാമിസന്റെ പന്തിൽ വീണ്ടും സിക്സർ നേടി അദ്ദേഹം തന്റെ മുന്നേറ്റം തുടർന്നു. ഇതോടെ രോഹിത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 650 സിക്സറുകൾ എന്ന നാഴികക്കല്ല് പിന്നിട്ടു. ഇത് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറി. ഇതോടെ സ്പോർട്സ് വാർത്തകൾ സമാപിച്ചു. വീണ്ടും കാണാം.